ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രീതി മക്കളെ, നമ്മെ എത്രമാത്രം അത്ഭുതകരമാവണ്ണം കർത്താവപ്പച്ചൻ ഓരോ ദിനവും കാത്തു പരിപാലിക്കുന്നു. കർത്താവ് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി നമുക്ക് മുന്നേറാം. നാം കർത്താവിനെ അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? അതിനു മുമ്പേ നമ്മൾ എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം മാറി, നമ്മുടെ ശൈലികൾ മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു. എഫെസ്യർ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിലെല്ലാം പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നോക്കൂ, മുമ്പേ നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. അതായത് ലോകത്തിലുള്ളതിനെയൊക്കെ സേവിച്ച്, ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, ഹല്ലേലൂയ, ആ കാലഗതിയെയും ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിലുള്ളതിനെയൊക്കെ സ്നേഹിച്ച് അതിനൊക്കെ നമ്മൾ ഹല്ലേലൂയ അധിപതികളായിട്ട് അതിനെയൊക്കെ ഹല്ലേലൂയ പൂജിച്ച് ഭജിച്ച് ആരാധിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ? ഹല്ലേലൂയ, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നമ്മളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് ഈ മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നടക്കാൻ കഴിയുമായിരുന്നു. അതായത് യേശുവിനെ അറിയുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, കർത്താവിനെ അറിഞ്ഞപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നു, ലോക ഇച്ഛകൾ നമ്മൾ മാറ്റിവെച്ചു. ഹല്ലേലൂയ. ദൈവിക ആത്മീയപരമായിട്ടുള്ള കർത്താവിന് ഇഷ്ടമുള്ളവരായി തീരുവാൻ നമ്മൾക്കിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ട് എഫെസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യത്തിൽ പറയുന്നു, ദൈവമില്ലാത്തവരും ദൂരസ്ഥരുമായിരുന്നു എന്ന്. ഹല്ലേലൂയ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോടെ സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. മുമ്പേ നമ്മൾ കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവരായിരുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു, നമ്മളെ ഇരുളിൽ നടന്നവരായിരുന്നു. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവിനെ അറിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഇരുളിന്റെ അനുഭവം മാറി. ദൈവമില്ലാത്ത, ഹല്ലേലൂയ, ദൂരസ്ഥരായിരുന്ന, ഹല്ലേലൂയ, ആ അനുഭവം എല്ലാം മാറി. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ വ്യവസ്ഥകൾക്ക്, നമ്മുടെ ഹല്ലേലൂയ ഓരോ പ്രവർത്തികൾക്ക്, നമ്മുടെ വാക്കുകൾക്ക്, സ്വഭാവങ്ങൾക്ക് എല്ലാം മാറ്റം വന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവിനെ അറിഞ്ഞപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി, പാപത്തിന്റെ മക്കളായില്ല. ഹല്ലേലൂയ. അതായത് കോപത്തിന്റെ മക്കളല്ല, ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. യേശുവിനെ അറിഞ്ഞപ്പോൾ, അപ്പന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചപ്പോൾ, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ഹല്ലേലൂയ യേശുവിന്റെ മക്കളാണെന്ന് ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ അവര് തന്നെ നോക്കിയപ്പോൾ നമ്മളിലുള്ള മാറ്റം, ഹല്ലേലൂയ, സ്വഭാവത്തിലെ പ്രവൃത്തിയിലുള്ള ഹല്ലേലൂയ മാറ്റങ്ങൾ അറിയുവാൻ
അറിയുവാനിടയായി തീർന്നു. എന്നിട്ട് ഇപ്പോൾ പറയാ നമ്മളെ, ക്രിസ്തുവിൽ മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. എഫെസ്യർ 2:13 പറയുന്നുണ്ടല്ലോ, മുമ്പേ നിങ്ങൾ ഹല്ലേലൂയ ദൂരസ്ഥരായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ ഹല്ലേലൂയ സമീപസ്ഥരായി തീർന്നു. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, വിലയേറിയ രക്തം നമ്മളിൽ, ഹല്ലേലൂയ, അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, അപ്പന്റെ ആ ഒരു തുള്ളി രക്തത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയപ്പോൾ, ഹല്ലേലൂയ, അപ്പന്റെ മക്കളായി തീരുവാൻ, അപ്പൻ നമ്മുടെ സമീപസ്ഥനാണെന്ന് നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ മുമ്പേ ഇരുളിലായിരുന്നു, ഇപ്പോൾ നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചത്തിന്റെ മക്കളാ. ഞാൻ ഹല്ലേലൂയ വെളിച്ചമാകുന്നു പറഞ്ഞതുപോലെ യേശുപ്പൻ നമ്മൾക്ക് വെളിച്ചമായി തീർന്നു. നാമും അപ്പന്റെ മുമ്പിൽ ഹല്ലേലൂയ ജനങ്ങളുടെ മുമ്പിൽ ഒരു വെളിച്ചമായി തീർന്നു. പണ്ടത്തെ ആ ഇരുളിന്റെ ആ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ സന്തോഷം പകരുന്ന, സമാധാനം കൊടുക്കുന്ന കർത്താവിന്റെ മക്കളായി ഹല്ലേലൂയ കർത്താവിൽ വെളിച്ചമായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇപ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി തീരുവാൻ സഹായിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചപ്പോൾ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് എപ്പോഴും ബോധ്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഹല്ലേലൂയ എല്ലാം കാണുന്നു അറിയുന്നു എന്നുള്ള ബോധ്യം, അതായത് ആ മുമ്പെയുള്ള പാപ സ്വഭാവങ്ങളിൽ നമുക്കിനി പോകുവാൻ കഴിയുകയില്ല. പ്രിയ മക്കളെ, യേശു അപ്പൻ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ അപ്പന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചപ്പോൾ, നമ്മുടെ പണ്ടേയുള്ള ഹല്ലേലൂയ പാപപ്രവർത്തികളിൽ നിന്ന് എല്ലാം നമുക്ക് മാറ്റം വന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിച്ചപ്പോൾ മറ്റുള്ളവരെ കൂടെ യേശുവിന്റെ സ്നേഹം പഠിപ്പിക്കുവാൻ, അപ്പന്റെ ആ സ്വഭാവം ഹല്ലേലൂയ മറ്റുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ആ സ്നേഹം നമുക്ക് ഹല്ലേലൂയ അറിഞ്ഞ് അനുഭവിച്ചത് ഹല്ലേലൂയ മറ്റുള്ളവരും അറിയുവാൻ ഇടയായി തീരട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിച്ച് ഹല്ലേലൂയ ദൈവിക മക്കളായി തന്നെ നമുക്ക് മുന്നേറാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്വഭാവത്തിൽ ഹല്ലേലൂയ അവരുടെ ഓരോ പ്രവൃത്തിയിലും യേശുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, അപ്പൻ വലിയവനെന്ന് പറയുവാനിടയാകട്ടെ. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ അപ്പാ. പാപപ്രവൃത്തികളിൽ നിന്നൊക്കെ കർത്താവേ എല്ലാവരെയും മാറ്റി ഹല്ലേലൂയ യേശുവിലുള്ള സ്നേഹത്തിൽ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികൾ ചെയ്ത് ഓരോരുത്തർക്കും മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം കർത്താവേ. അപ്പനുള്ള സ്നേഹം മനസ്സിലാക്കി കർത്താവ് ഓരോരുത്തരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കണമേ കർത്താവേ. ഇരുളിന്റെ പ്രവൃത്തികളൊക്കെ മാറ്റണം കർത്താവേ. ഹല്ലേലൂയ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തീരട്ടെ. അവരുടെ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ വിഷയത്തിന്മേൽ ദൈവിക പ്രവൃത്തി ഹല്ലേലൂയ കാണുവാനിടയായി തീരട്ടെ കർത്താവേ. സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, നമ്മുടെ അപ്പന്റെ സ്നേഹം നമുക്ക് ദിനംതോറും അനുഭവിച്ചു മുന്നേറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.